ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഇന്ന് കഥ കേൾക്കാൻ റെഡിയല്ലേ? ഇന്നത്തെ കഥയാണ് മഞ്ഞു മനുഷ്യന്റെ സാഹസിക യാത്ര. അതെ, ഒരു മഞ്ഞു മനുഷ്യന്റെയും കൂട്ടുകാരുടെയും ഈ സാഹസിക യാത്ര കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. നമുക്ക് കഥയിലേക്ക് പോയാലോ? ഒരു തണുപ്പുകാലത്ത് ഒരു മുയൽക്കുട്ടൻ തന്റെ കൂട്ടുകാരനായ അണ്ണാന് പറഞ്ഞു കൊടുത്ത മനോഹരമായ ഒരു കഥയാണിത്. അതെ, അങ്ങ് ദൂരെയുള്ളൊരു ഗ്രാമത്തിൽ സ്കൂളിൽ കുറച്ച് കുട്ടികൾ കലണ്ടർ നോക്കുകയായിരുന്നു. ദാ ക്രിസ്മസ് അടുത്തെത്തിപ്പോയി. കുട്ടികൾ ആവേശത്തോടെ പറഞ്ഞു. അവർക്ക് സ്കൂൾ അലങ്കരിക്കാൻ ഒരു വലിയ ക്രിസ്മസ് ട്രീ അഥവാ ഫർമരം വേണമായിരുന്നു. കുട്ടികളുടെ ആഗ്രഹം മനസ്സിലാക്കിയ ടീച്ചർ അവർക്കൊരു മഞ്ഞ കത്ത് നൽകി. സാന്റാക്ലോസ് അയക്കാനുള്ള കത്തായിരുന്നു അത്. കുട്ടികൾ എല്ലാവരും ചേർന്ന് സാന്റാക്ലോസിനായി ഒരു കത്തെഴുതി. ദാ ഇതാണ് ആ കത്ത്, കണ്ടോ? പ്രിയപ്പെട്ട മഞ്ഞപ്പൂപ്പന്, ക്രിസ്മസ് ആഘോഷത്തിനു വേണ്ടി ദയവായി ഞങ്ങൾക്കൊരു ഫർമരം സമ്മാനിച്ചാലും. കളിക്കോപ്പുകൾ ഞങ്ങൾ സ്വയം തയ്യാറാക്കിക്കൊള്ളാം. ഇതാ കത്ത് മഞ്ഞു മനുഷ്യന്റെ കൈവശം കൊടുത്തയക്കുന്നു. ഇതാണ് ഞങ്ങളുടെ മഞ്ഞു മനുഷ്യൻ എന്ന് സ്വന്തം കുട്ടികൾ. പക്ഷേ ഈ കത്ത് കാട്ടിലെ സാന്റാക്ലോസിന്റെ അടുത്ത് ആരെത്തിക്കും? കുട്ടികൾ ഒരു വഴി ആലോചിച്ചു. അവർ മഞ്ഞെല്ലാം ഉരുട്ടി ഒരു സുന്ദരനായ മഞ്ഞു മനുഷ്യനെ സൃഷ്ടിക്കാൻ തുടങ്ങി. തലയിൽ പഴയൊരു പാട്ട് കമത്തി മൂക്കിന്റെ സ്ഥാനത്ത് ഒരു ചുവന്ന മുള്ളങ്കിയും വെച്ചപ്പോൾ അവൻ അതീവ സുന്ദരനായി. കുട്ടികൾ ആ മഞ്ഞക്കത്ത് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് സന്തോഷത്തോടെ ഒരു പാട്ട് പാടിക്കൊടുത്തു. Dear snowman, take this letter to Santa far away. Go to the forest, please don't delay. കത്തുമായി മഞ്ഞു മനുഷ്യൻ യാത്ര തിരിക്കാൻ ഒരുങ്ങി. പക്ഷെ അവൻ ആകെ വിഷമത്തിലായി. അയ്യോ, എനിക്ക് കാട്ടിലേക്കുള്ള വഴിയറിയില്ലല്ലോ, ഞാൻ എങ്ങനെ സാന്റാക്ലോസിന്റെ അടുത്തെത്തും? അവൻ വിചാരിച്ചു. അപ്പോഴാണ് ഒരു പട്ടിക്കുട്ടി ഓടി വന്നത്. അവൻ വാലാട്ടിക്കൊണ്ട് പറഞ്ഞു, നീ പേടിക്കേണ്ട മഞ്ഞു മനുഷ്യ, ഞാൻ നിന്റെ കൂടെ വരാം, നിനക്ക് വഴി കാട്ടിത്തരാം. അങ്ങനെ മഞ്ഞു മനുഷ്യനും പട്ടിക്കുട്ടിയും കൂടി കാട്ടിലേക്ക് നടന്നു. കുറെ ദൂരം നടന്നപ്പോൾ അവർക്ക് വഴി തെറ്റി. ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അങ്ങനെ നടന്നു ക്ഷീണിച്ചപ്പോൾ അവർ വഴിയിൽ ഒരു മുയൽക്കുട്ടനെ കണ്ടു. മഞ്ഞു മനുഷ്യൻ മുയൽക്കുട്ടനോട് ചോദിച്ചു, മുയൽക്കുട്ടാ, ഞങ്ങൾക്ക് സാന്റാക്ലോസിന്റെ അടുത്തു പോകണം, വഴിയറിയാമോ? അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള കരടിച്ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരുമോ? പക്ഷേ മഞ്ഞു മനുഷ്യനെ കണ്ടു പേടിച്ച മുയൽക്കുട്ടൻ ഒന്നും മിണ്ടാതെ ഒരൊറ്റ ഓട്ടം. അപ്പോഴേക്കും പട്ടിക്കുട്ടിക്ക് ദേഷ്യം വന്ന് മുയൽക്കുട്ടന്റെ പുറകെ ഓടിപ്പോയി. പെട്ടെന്ന് മഞ്ഞു മനുഷ്യൻ കാട്ടിൽ ഒറ്റയ്ക്കായി. അവന് സങ്കടവും ഭയവും തോന്നാൻ തുടങ്ങി. അപ്പോഴാണ് ഭയങ്കരമായൊരു കൊടുങ്കാറ്റ് വീശിയത്. മഞ്ഞു മനുഷ്യൻ പേടിയോടെ നിലവിളിച്ചു, അയ്യോ, ഈ കാട്ടിൽ ഞാൻ പെട്ടുപോകുമല്ലോ, അയ്യോ. ശരിയായിരുന്നു. ശക്തമായ മഞ്ഞുകാറ്റിൽപ്പെട്ട് നമ്മുടെ പാവം മഞ്ഞു മനുഷ്യൻ ആകെ പൊടിഞ്ഞുപോയി. അവിടെ അവന്റെ പാട്ടത്തൊപ്പിയും മുള്ളങ്കിയും ആ മഞ്ഞക്കത്തും മാത്രമായി. ഈ സമയം അവിടെ എത്തിയ ഒരു കുറുക്കൻ ആ കത്ത് കടിച്ചു പിടിച്ച് ഓടിപ്പോയി. പോകുന്ന വഴിയിൽ ഒരു ചെന്നായ കത്ത് തട്ടിയെടുക്കാൻ നോക്കി. അവർ തമ്മിലുള്ള പിടിവലിയായപ്പോൾ ആകാശത്തുകൂടെ പറന്നുപോയ ഒരു പക്ഷി പെട്ടെന്ന് വന്ന് ആ കത്ത് കൊത്തിയെടുത്തു പറന്നുപോയി. കുറച്ചു കഴിഞ്ഞ് പട്ടിക്കുട്ടി തിരികെ ഓടിയെത്തിയപ്പോഴേക്കും മഞ്ഞു മനുഷ്യനെ അവിടെ കാണാനില്ല. മഞ്ഞു മനുഷ്യൻ ഓൾറെഡി പൊടിഞ്ഞു പോയിരുന്നല്ലോ. അവൻ സങ്കടത്തോടുകൂടി കരയാൻ തുടങ്ങി. പട്ടിക്കുട്ടികൾ കരച്ചിൽ കേട്ട് കാട്ടിലെ കുറച്ചു മുയലുകളും അണ്ണാന്മാരും അവിടെ ഓടിക്കൂടി. അവർ പറഞ്ഞു, സാരമില്ല കൂട്ടുകാരാ, വിഷമിക്കണ്ട, നമുക്കെല്ലാവർക്കും ചേർന്ന് മഞ്ഞു മനുഷ്യനെ വീണ്ടും ഉണ്ടാക്കാം. അവർ ഒത്തൊരുമിച്ച് മഞ്ഞുരുട്ടി മഞ്ഞു മനുഷ്യനെ വീണ്ടും ജീവനുള്ളതാക്കി മാറ്റി. മഞ്ഞു മനുഷ്യൻ കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കി സന്തോഷത്തോടെ പറഞ്ഞു, എന്റെ പ്രിയ കൂട്ടുകാരെ, എനിക്ക് പുതുജീവൻ തന്ന നിങ്ങൾക്ക് വളരെയധികം നന്ദി. അങ്ങനെ അവൻ വീണ്ടും പട്ടിക്കുട്ടിയുടെ കൂടെ യാത്ര തിരിച്ചു. നടന്ന് നടന്ന് അവർ കാട്ടിലെ ആ പ്രായമുള്ള കരടിച്ചേട്ടന്റെ ഗുഹയിലെത്തി. കരടിച്ചേട്ടൻ പുറത്തു വന്ന് ചോദിച്ചു, എന്താ കുട്ടികളെ, ഈ തണുപ്പത്ത് കാട്ടിൽ എന്താ വിശേഷം? മഞ്ഞു മനുഷ്യൻ സങ്കടത്തോടെ പറഞ്ഞു, കരടിച്ചേട്ടാ, ഞങ്ങൾക്ക് സാന്റാക്ലോസിന്റെ അടുത്ത് പോകണമായിരുന്നു. കുട്ടികൾക്ക് ക്രിസ്മസ് ട്രീ സമ്മാനിക്കുവാനുള്ള ആ കത്ത് എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അത് വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. കരടിച്ചേട്ടൻ അവനെ ആശ്വസിപ്പിച്ചു. സാരമില്ല, കത്ത് പോയെങ്കിൽ എന്താ, നമുക്ക് നേരിട്ട് ചെന്ന് സാന്റാക്ലോസിനോട് കാര്യം പറയാം, ഞാനും വരാം നിങ്ങളുടെ കൂടെ. അങ്ങനെ അവർ കരടിച്ചേട്ടനൊപ്പം സാന്റാക്ലോസിന്റെ അടുത്തേക്ക് നടന്നു.
പോകുന്ന വഴിയിൽ കഠിനമായ തണുപ്പും കാറ്റും കാരണം ഒന്നല്ല രണ്ടല്ല ഒരുപാട് തവണ മഞ്ഞു മനുഷ്യൻ പൊടിഞ്ഞുപോയി. പക്ഷെ കൂടെ കരടിച്ചേട്ടൻ ഉള്ളതുകൊണ്ട് ഒട്ടും ഭയപ്പെടേണ്ടി വന്നില്ല. കരടിച്ചേട്ടൻ ഓരോ തവണയും സ്നേഹത്തോടെ പറഞ്ഞു, മഞ്ഞു മനുഷ്യ, നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ വീണ്ടും ശരിയാക്കി തരാം. അങ്ങനെ കരടിച്ചേട്ടൻ ഓരോ തവണയും അവനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൂടെ കൂട്ടി. അങ്ങനെ അവസാനം അവർ സാന്താക്ലോസിന്റെ മഞ്ഞു കൊട്ടാരത്തിന് മുന്നിലെത്തി. അപ്പോഴതാ അത്ഭുതമെന്ന് പറയട്ടെ, ആ പക്ഷി നേരത്തെ കൊണ്ടുപോയ മഞ്ഞ കത്തുമായി പറന്നു വന്നു. എന്നിട്ടോ സാന്താക്ലോസിന്റെ കയ്യിലേക്ക് കത്ത് കൊടുത്തു. പക്ഷേ കത്ത് വായിച്ച സാന്താക്ലോസ് വിഷമത്തോടെ പറഞ്ഞു, അയ്യോ, ഇത് വളരെ വൈകിയിരിക്കുന്നല്ലോ, കുട്ടികൾ സ്കൂളിൽ കാത്തിരിക്കുകയാവും. ഇപ്പോൾ തന്നെ പുറപ്പെട്ടാലേ അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ ഈ വലിയ ഫർമരം നമുക്ക് എത്തിക്കാൻ പറ്റൂ. മഞ്ഞു മനുഷ്യ, നീ ഒട്ടും വൈകിക്കേണ്ട, ഞാൻ എന്റെ മാന്ത്രിക കുതിരവണ്ടി നിനക്ക് തരാം. നീ ഈ മരവുമായി വേഗം സ്കൂളിലേക്ക് പോയിക്കോളൂ. സാന്താക്ലോസ് വലിയൊരു ക്രിസ്മസ് മരവും തന്റെ മാന്ത്രിക കുതിരവണ്ടിയും മഞ്ഞു മനുഷ്യന് നൽകി. കരടിച്ചേട്ടനോട് നന്ദി പറഞ്ഞ് മഞ്ഞു മനുഷ്യൻ കുതിരവണ്ടിയിൽ കയറി സ്കൂളിലേക്ക് അതിവേഗം പാഞ്ഞുപോയി. പെട്ടെന്ന് തന്നെ അവൻ സ്കൂളിലെത്തി. വലിയ ക്രിസ്മസ് ട്രീയുമായി തിരിച്ചെത്തിയ മഞ്ഞു മനുഷ്യനെ കുട്ടികൾ വലിയ സന്തോഷത്തോടുകൂടിയും നന്ദിയോടുകൂടിയും സ്വീകരിച്ചു. അവർ ആ മരം സ്കൂളിൽ വെച്ച് മനോഹരമായി അലങ്കരിച്ചു. മഞ്ഞു മനുഷ്യൻ കുട്ടികൾക്കെല്ലാവർക്കും കൈവീശി ടാറ്റ പറഞ്ഞു. കുട്ടികൾ മഞ്ഞു മനുഷ്യന് നന്ദിയും പറഞ്ഞു. മുയൽക്കുട്ടൻ അണ്ണാനോട് ഈ കഥ പറഞ്ഞു നിർത്തിയിട്ട് ഇങ്ങനെ ചോദിച്ചു, അണ്ണാൻ കുട്ടാ, നിനക്ക് ഈ കഥ ഇഷ്ടമായോ? അണ്ണാൻ കുട്ടന് കഥ ഇഷ്ടമായി. കൂട്ടുകാർക്കോ? കഥ ഇഷ്ടമായെങ്കിൽ പറയണേ. ഇതുപോലുള്ള കഥകൾ ഇനിയും വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കഥയെ പറ്റിയുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയണേ.